അനുസരിച്ച് നമ്മളാരും പിന്നെ വേതനങ്ങളൊന്നും വെട്ടിക്കുറയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ എല്ലാ വിജയത്തിലും എൻ്റെ വൈഫിന് കൃത്യമായിട്ടുള്ള പങ്കുണ്ട്. ഒരു മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയും. ഹായ്, വെൽക്കം ബാക്ക് ടു ദർശന TV സഫലമീ യാത്ര. ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് സൗദി അറേബ്യയിലെ റിയാദിലാണ്. ഇവിടുത്തെ പ്രശസ്തമായ നുജൂം ട്രേഡിംഗ് കമ്പനി എന്ന സ്ഥാപനം, അതിൻ്റെ സാരഥി മൊയ്തീൻകുട്ടി സാറാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത്. അദ്ദേഹം ജീവിതത്തിൽ പിന്നിട്ട വഴികൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. അസ്സലാമു അലൈക്കും. ദർശന TVയുടെ സഫലമീ യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം. താങ്ക് യു. സാർ നാട്ടിലെവിടെയാണ്? ഞാൻ മലപ്പുറം ജില്ലയിൽ കാളികാവ് കാളിയാവുന്ന അവസ്ഥ. പഠിച്ചതൊക്കെ അവിടെ തന്നെയാണ്? പഠിച്ചതൊക്കെ അവിടെ തന്നെ. സൗദി അറേബ്യയിൽ എത്തിയിട്ട് എത്ര വർഷമായി? 25 വർഷം. 25 വർഷം അല്ല. എന്തായിരുന്നു ആദ്യകാലത്തൊക്കെ സാർ? ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് 700 റിയാലിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യായിരുന്നു. ഷോപ്പിൽ? അത് കഴിഞ്ഞ് ഞാൻ എന്ത് ഷോപ്പ്? അത് ഒരു റെഡിമെയ്ഡ് ഷോപ്പായിരുന്നു. റെഡിമെയ്ഡ് ഷോപ്പ്. ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ അവസരേറെ ജോലി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഒരു കമ്പനിയിൽ സെയിൽസ്മാനായി കയറി. ആ കമ്പനിയിൽ നിന്നാണ് എൻ്റെ വളർച്ച. എന്ത് സ്പെയർ പാർട്സ്? അല്ല, അത് ഒരു പിന്നെ റെഡിമെയ്ഡ് ഷോപ്പായിരുന്നു. റെഡിമെയ്ഡിൻ്റെ സെയിൽസിലായിരുന്നു എൻ്റെ തുടക്കം. സാർ, അപ്പം ഈ സ്പെയർ പാർട്സിലേക്ക് എങ്ങനെയാണ് എത്തപ്പെടുന്നത്? സ്പെയർ പാർട്സിലേക്ക് എത്തിപ്പെടുന്നത് പിന്നെ എൻ്റെ നാട്ടുകാരായ ആളുകൾ, പിന്നെ കരീം, അഷ്റഫ്, അവരിവിടെ ജ്യേഷ്ഠനിയന്മാർ നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ഈ ഒരു പ്രസ്ഥാനം. അതിൽ പിന്നെ എനിക്ക് ഒരാഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചു. എൻ്റെ ഒരു അനിയനെ അതിലേക്ക് ഒന്ന് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാനൊരു വണ്ടി എടുത്താണ് ലൈനിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞപ്പോൾ അവരത് അർദ്ധമായിട്ട് അവർ സ്വാഗതം ചെയ്തു. അങ്ങനെ അതാണ് എൻ്റെ ഫസ്റ്റ് തുടക്കം. അങ്ങനെ ആ അനിയനെ ഞാൻ പിന്നെ അതിൽ കൊണ്ടുപോയി ട്രെയിൻ ചെയ്തവർ പിന്നെ അവനൊരു വണ്ടി എടുത്തു കൊടുത്തു. ആ വണ്ടിയിൽ നിന്നാണ് എൻ്റെ തുടക്കം. ഒരു ഫസ്റ്റിലൊരു ഡേൻ എടുത്തുകൊണ്ട് അതിൽ നിന്നാണ് എൻ്റെ തുടക്കം. എത്ര വർഷമായി സാർ അത്? അതിപ്പോൾ ഒരു 18 വർഷത്തോളം. 18 വർഷമായി. ഇപ്പം എങ്ങനെ പോകുന്നുണ്ട് സാർ സാറിൻ്റെ ബിസിനസ്? ഇപ്പോൾ അൽഹംദുലില്ലാ ഞാനിപ്പോൾ 100% ഇൻവെസ്റ്ററാണ് സൗദി അറേബ്യയിൽ. അങ്ങനെ ഇപ്പോൾ 100% എൻ്റെ പേരിൽ തന്നെയാണ് എൻ്റെ സ്ഥാപനം കിടക്കുന്നത്. അൽഹംദുലില്ലാ ഞാനിപ്പോൾ 10-25 സ്റ്റാഫ് എൻ്റെ കൂടെ ഉണ്ട്. 12 വണ്ടിയോളം എൻ്റെ ലൈനിൽ ഓടുന്നുണ്ട്. 2 വെയർ ഹൗസ് ഉണ്ട്. ഒരു ബ്രാഞ്ച് സനയിലൊരു ഷോപ്പുണ്ട്. അൽഹംദുലില്ലാ അള്ളാഹിൻ്റെ ഒരു അനുഗ്രഹം എന്ന് തന്നെ പറയാം. അനുഗ്രഹം എന്ന് തന്നെ പറയാം. അള്ളാഹിൻ്റെ അതിയായ അനുഗ്രഹം തന്നെയാണ് നമ്മുടെ വളർച്ച. ഈ 10-25 സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 25ഓളം കുടുംബങ്ങൾ നമ്മൾ തണിയാവാൻ പറ്റും. തീർച്ചയായിട്ടും ഈ 25 കുടുംബങ്ങളുടെ ഒരു പ്രയത്നം കൊണ്ട് ഈ 25 കുടുംബങ്ങൾ കഴിഞ്ഞു പോകണ്ടെന്ന് എന്നിലെ ഒരു നമ്മുടെ മനസ്സിന് സംതൃപ്തിയാണ്. എനിക്ക് അള്ളാഹു തആല തന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അനുഗ്രഹം. സാർ, ഇപ്പം ഈ സ്പെയർ പാർട്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രോഡക്റ്റ്? നമ്മുടെ വണ്ടിൻ്റെ പിന്നെ ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, അതാണ് മെയിൻ പ്രൊഡക്ഷൻ. അത് സൗദി അറേബ്യയിലുള്ള എല്ലാ വണ്ടികളുടെയും ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അത് ശരി. അപ്പം അത് എങ്ങനെയാണ്? ഈ നേരെ ഓൺ ബ്രാൻഡാണോ അതോ എങ്ങനെയാണ്? അല്ല, നമ്മളിപ്പോൾ ഇവിടെ ലോക്കൽ പർച്ചേസിങ് നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വെളിയിൽ നിന്ന് വന്നിരുന്നു. ഇപ്പം നമ്മൾ തൽക്കാലം അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മാസം എൻ്റെ ആകുമ്പോഴത്തേന് അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് പിന്നെ ഓൾമോസ്റ്റ് ഇവിടെയുള്ള എല്ലാ വണ്ടിയുടെയും എയർ ഫിൽറ്ററും ഓയിൽ ഫിൽറ്റർ, മറ്റുള്ള അതിന് സംബന്ധമായിട്ടുള്ള പഞ്ചർ ഐറ്റംസ് അത് സംബന്ധമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പം റിയാദിലാണോ? അല്ല, ഓൾ സൗദി അറേബ്യയിൽ നമ്മൾ വണ്ടികൾ എത്തിപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഈ മാർക്കറ്റിംഗ് ഒക്കെ സ്ട്രാറ്റജി? എങ്ങനെ ഈ കസ്റ്റമറൊക്കെ പിടിക്കുന്നുള്ളത്? കസ്റ്റമർ അത് ഓരോ സെയിൽസ്മാൻമാരെ നമ്മൾ ബിസിനസ്സാണല്ലോ. നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് എടുത്താൽ നമ്മൾക്ക് എവിടെ എത്തിപ്പെടാൻ കഴിയും. ഞാനിപ്പോൾ സീറോയിൽ നിന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹാർഡ് വർക്കാണ്. എനിക്ക് അല്ലാഹു തആല തന്നൊരു അനുഗ്രഹം എൻ്റെ ഹാർഡ് വർക്കും പാടെ അതിലുണ്ട്. പിന്നെ എൻ്റെ അനിയൻ്റെ പറഞ്ഞു, ആ അനിയന് പിന്നെ മരിച്ചു പോയിട്ടുണ്ട്. അനിയനാണ് പിന്നെ ഈ മേഖലയിലേക്ക് അവനെ ഫസ്റ്റ് കൊടുക്കുന്നത്. അവൻ മരിച്ചു പോയിട്ടുണ്ട്. അൽഹംദുലില്ലാ അവൻ്റെ 4 പിള്ളേരുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് അവരെല്ലാവരും സംതൃപ്തിയായിട്ട് വളരെ ഇതായിട്ട് കഴിഞ്ഞു പോകുന്നുണ്ട്. വലിയൊരു കാര്യമാണ് നമുക്ക് അവരും ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. എൻ്റെ ഉപ്പാക്കും മകൻ ഞങ്ങൾ 10 മക്കളായിരുന്നു. അതിൽ 2 പേര് മരിച്ചു പോയിട്ടുണ്ട്. ഒരു ജ്യേഷ്ഠനും മരിച്ചു പോയിട്ടുണ്ട്. ജ്യേഷ്ഠൻ്റെ പിള്ളേരും എൻ്റെ കൂടെ ഉണ്ട്. ഉന്നത അനിയനാണ്. ഉപ്പിയമ്മ ഇപ്പോൾ ജീവിച്ചിട്ടില്ല. ഉപ്പയും ഉമ്മയൊക്കെ മകൻ്റെ ഈ വളർച്ചയൊക്കെ കണ്ട് അനുഭവിക്കാനുള്ള ബാക്കി അവർക്ക് കിട്ടിയിട്ടില്ല. ഉപ്പാക്ക് കിട്ടിയില്ല, ഉമ്മാക്ക് കിട്ടിയിരുന്നു കുറച്ചൊക്കെ. ഉമ്മയുടെ പ്രാർത്ഥനയാണ് നമ്മുടെ വളർച്ചയ്ക്കും പിന്നിലുള്ള ഒരു ഹേതു എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വലിയൊരു അനുഗ്രഹമാണല്ലോ ഉമ്മാന്റെ പ്രാർത്ഥന കിട്ടാനുള്ളത്. അതിൽ യാതൊരു സംശയമല്ല. എന്തായിരുന്നു ഉമ്മാന്റെ ഉപ്പാന്റെ ഒക്കെ പേര്?
എൻ്റെ ഉമ്മാൻ്റെ പേര് റുക്കിയായിരുന്നു, ഉപ്പാൻ്റെ പേര് മുഹമ്മദായിരുന്നു. എൻ്റെ മോൻ്റെ പേര് മുഹമ്മദാണ് പേരിട്ടിട്ടുള്ളത്, ഉപ്പാൻ്റെ പേര്. അത് ശരിയാണ്. അപ്പോൾ സാറിൻ്റെ ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും. ഈ സമയത്തൊക്കെ വൈഫിൻ്റെ സപ്പോർട്ട് അത് തീർച്ചയായിട്ടും എൻ്റെ വൈഫിൻ്റെ എൻ്റെ എല്ലാ വിജയത്തിലും എൻ്റെ വൈഫിന് കൃത്യമായിട്ടുള്ള പങ്കുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞ ദിവസമാണ് എൻ്റെ വിജയം തുടങ്ങുന്നത്. അതിലെൻ്റെ വൈഫിന് ഒരു നല്ലൊരു പങ്ക് തന്നെ ഉണ്ട്. വൈഫിൻ്റെ പേര് എന്താണ് സാർ? ഷബ്ന. ഷബ്ന. എത്ര മക്കളാണ്? 3 പിള്ളേർ. 3 പിള്ളേർ. വലിയ മോള് മെഡിസിൻ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞോ? ഇല്ല, ഇപ്പോൾ ഔസർജൻസി തുടങ്ങുന്നുണ്ട്. എന്താണ് മോളെ പേര്? ഷഹന. ഷഹന. കല്യാണം കഴിഞ്ഞോ? ഇല്ല, കല്യാണം കഴിഞ്ഞു. രണ്ടാമത്തെ മോള് ഷിബിയ. ACCA പഠിക്കുന്നുണ്ട്. ACCA പഠിക്കുന്നുണ്ട്. മൂന്നാമത്തെ മോനാണ് 11th ഇവിടെ പഠിക്കുന്നത്. 11th ഇവിടെ പഠിക്കുന്നുണ്ട്. ഇപ്പം സാർ ഇപ്പം വളരെ ബേസ് ലെവലിൽ നിന്ന് ബിസിനസ് സ്കെയിലപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പം ഇന്ന് ഈ ലെവലിൽ നിൽക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് എന്താണ് സാറിൻ്റെ പ്ലാൻ ബിസിനസ് രംഗത്ത്? ബിസിനസ് എങ്ങനെയും ഇത് ഇനിയും ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതിനാണ് നമ്മളെ മനസ്സിലുള്ള പ്ലാൻ. എന്തെങ്കിലും പദ്ധതികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്? പദ്ധതികൾ ഞാൻ വേറെ എന്തെങ്കിലും ഒരു മേഖലയ്ക്ക് ഇറങ്ങുന്നുള്ളൊരു മനസ്സിലൊരു ആഗ്രഹം അതായിട്ട് വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഈ സ്പെയർ പാർട്സ് അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു മേഖലയിലേക്ക് ഇറങ്ങുന്നുണ്ട്, പരിപാടിയുണ്ട്. ഇൻഷാ അല്ലാഹ് അത് താമസിക്കാതെ ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. സാറിന് ഈ ബിസിനസ് രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന യങ് ജനറേഷൻ അവരോട് പറയാനുള്ളത് എന്താണ്? അവർക്ക് എന്ത് അഡ്വൈസാണ് കൊടുക്കുക? നമ്മളൊരു ടൈം രാവിലെ എണീക്കുക, ടൈം ടു ടൈം നമ്മൾ ജോലി ചെയ്യുക. അത് ജോലി ചെയ്യുന്ന ആത്മാർത്ഥതയോടെ ചെയ്യുക. ആർക്കും എവിടെ എത്തിപ്പെടാൻ കഴിയും. ഒരു മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് ഏത് പൊസിഷനിലും എവിടേക്ക് എത്തണമെങ്കിലും പരിശ്രമിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അത് ന്യൂ ജനറേഷന് നമുക്ക് പറയാനുള്ളത് കൊണ്ട് തന്നെ അത് തന്നെയാണ്. നമുക്ക് അവർ ഹാർഡ് വർക്ക് ചെയ്താൽ തയ്യാറാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഹാർഡ് വർക്ക്, പിന്നെ ടൈം. ഇപ്പോഴത്തെ ന്യൂ ജനറേഷന് റിസ്ക് എടുക്കാൻ തയ്യാറാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് റിസ്ക് എടുക്കാൻ തയ്യാറാവുന്ന ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിയും. റിസ്ക് എടുക്കാൻ ചെയ്യാത്ത ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ബിസിനസ് എന്ന് പറയുമ്പോൾ റിസ്ക് ഉണ്ട്. അതെ, റിസ്ക് ഉണ്ട്. കാരണം എല്ലാവരും ഇപ്പം പിന്നെ ഒരു സേഫ് സോൺ, നമുക്ക് അതൊക്കെ മതി, അത്ര മതി, ഇത് അങ്ങനെ അങ്ങനത്തെ ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതല്ല, നമുക്കൊരു ലക്ഷ്യമാണ്, അവിടെ തന്നെ ഉണ്ടാവും. അവനാ ജോലി ചെയ്തുകൊണ്ട് അങ്ങനെ പോവാം. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ അത് അവനെ ഓരോ ഘട്ടമായിട്ട് എനിക്ക് അവനെ പൊക്കിക്കൊണ്ടുവരണം എന്ന് വെച്ചാൽ അവനെ ജോലി ചെയ്യുന്ന ആത്മാർത്ഥത നമ്മൾ മനസ്സിലാക്കിയത് ഏതൊരു ഇവിടുത്തെ ഓണേഴ്സാണ് വെച്ചാൽ ചെയ്തു കൊടുക്കണം ആ ഒരു തൊഴിലാളിക്ക്. കാരണം ഒരിക്കലും അവനെ തൊഴിലാളിയായിട്ട് കണ്ട് ഒരു ഉയർച്ച ഒന്നുമില്ലാതെ രീതിയിൽ തന്നെ പോവാത്ത രീതിയിൽ അവനെ ഉയർത്തിക്കൊണ്ടുവരാൻ അവനെല്ലാവരും പരിശ്രമം കൊടുക്കണം. സാർ ഇപ്പം പിന്നെ ഈ ഏത് ബിസിനസ്സിനെയും വല്ലാണ്ട് വലിച്ചൊരു സംഭവമാണ് കോവിഡ്-19. ആ സമയത്തൊക്കെ നമ്മൾ എങ്ങനെയാണ് സർവൈവ് ചെയ്തത്? ഇല്ല, നമ്മൾ പിന്നെ ഷോപ്പടവായിരുന്നു. പക്ഷേ നമ്മൾ ആരും പിന്നെ വേതനങ്ങളൊന്നും വെട്ടിക്കുറക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ല, നമ്മൾ ഇല്ല നമുക്ക് പ്രോഫിറ്റ് എടുത്തു വെക്കാൻ കഴിഞ്ഞിട്ടില്ല വെച്ചെങ്കിൽ കൂടിയിട്ടും കിട്ടിയ പ്രോഫിറ്റിൽ നിന്ന് അവരെല്ലാവരും വേതനങ്ങൾ കൊടുത്തു കാണുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. സാറിൻ്റെ ഈ സാമൂഹിക സാംസ്കാരിക രംഗത്ത് സാറിൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിവിടെ ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകൾക്കും പിന്നെ ഇവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ ഇടപഴകാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ നാട്ടിൽ മെയിനായിട്ട് ഞങ്ങൾ പാലിയേറ്റീവ് ഞങ്ങളാണ് ശരിക്കും പാലിയേറ്റീവിന് ഞങ്ങൾ ഒരു 4 നിലയിലൊരു ബിൽഡിങ് ഞങ്ങളാണ് ഇതിൻ്റെ ഫസ്റ്റ് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടും ഞങ്ങളാണ് 10 ലക്ഷം രൂപ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളാണ് അതിൽ ഫസ്റ്റുള്ളത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന് ഞാൻ പറഞ്ഞു നേരത്തെ എൻ്റെ ഒരു സുഹൃത്ത് അഷറഫും കരീമൊക്കെ പറഞ്ഞു അവർക്കൊരു നേരെ സാന്നിധ്യം ഉണ്ട്. അവരതിൻ്റെ സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്ത് അതിലൊരു ബിൽഡിങ് പണി ചെയ്ത് അങ്ങനെ ഒരു ഇന്നിപ്പോൾ കാളികാവിലെ പിന്നെ ഒരു 100 ചില്ലം രോഗികൾ ഫ്രീ ആയിട്ട് ചികിത്സയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്രിട്ടിക്കലായിട്ടുള്ള രോഗികൾ തന്നെ കണ്ടമാനം വീട് പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ അത്രയും ഒരവസ്ഥ ഉള്ളൊരു രോഗികളാണ് അതിലുണ്ടാവുക. വീട്ടിൽ പോയിട്ടും ചികിത്സ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ റംസാൻ വരെ ഞങ്ങൾ നല്ലൊരു എമൗണ്ട് ഞങ്ങൾ എല്ലാ റംസാൻ കളക്ഷനാണ് ശരിക്കും അതിൽ ആ ഒരു പാലിയേറ്റീവ് നിലനിന്ന് പോകുന്നത്. എല്ലാ റംസാനും നല്ലൊരു സംഖ്യ കളക്ഷൻ അതിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ നാട്ടിലത്തെ പ്രവാസി സംഘടന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കാര്യമായിട്ട് നമ്മൾ പ്രവാസി സംഘടന കാളികാവ് ഏരിയ പ്രവാസി സംഘടന, അതായത് കാളികാവ് ഏരിയ പ്രവാസി അസോസിയേഷൻ കാപ്പ എന്ന് പറയുന്ന സംഘടന. അത് ഞങ്ങളിപ്പോൾ ഈ പ്രവാസി സംഘടന ഞങ്ങൾ ചെറിയ സംഘടനകൾ കൂടിയിട്ടും ഇവിടെല്ലാം വലിയ സംഘടനകൾക്ക് വരെ അറിയാം ഞങ്ങൾ ആ ഒരു പ്രവർത്തനവും ഞങ്ങളെല്ലാം ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ആ ഒരു മേൽക്കൈ അവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്.
ഇവിടുത്തെ ശാപകൊട്ടുകൂടാണെച്ചാലും മറ്റുള്ള എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ സംഘടന എന്താണെന്നുള്ളത്. ശരി സർ, ഇപ്പം സാറിൻ്റെ ഈ തിരക്ക് പിടിച്ച സമയത്തിനടുക്കും നമ്മുടെ ദർശന ടി വിക്കും അതുപോലെ സഫലമി യാത്ര എന്ന പ്രോഗ്രാമിനും സമയം നന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയൊരു അവസരത്തിൽ നമ്മൾ കൊണ്ട് കാണും. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം.